ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്വന്തമായി ഒരു നയം രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 2015 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിനായുള്ള നയരൂപീകരണത്തിന് ശേഷം ഒരുപാട് ദൂരം സംസ്ഥാനം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിന് വേണ്ടി മഴവില്ല് എന്ന പേരിൽ ഒരു സ്കീമിൻ്റെ അണ്ടറിൽ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും മറ്റ് പല മേഖലയിലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിനായി പല പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ചു വരുന്നു. എന്നാൽ കലയുടെ ആവശ്യത്തിനായി നമ്മൾ ഒരുപാട് സ്കീമുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എങ്കിലും കലാപരമായിട്ടുള്ള ട്രൂപ്പുകളെ സ്വന്തമായി കൊണ്ടുവരുന്ന ആദ്യത്തെ ഒരു പ്രോജക്റ്റാണ് അനന്യം. നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിൻ്റെ ആക്സെപ്റ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും അവരിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളിപ്പോൾ അനന്യം എന്ന പേരുള്ള ഒരു കൂട്ടം നമ്മോടൊപ്പം ചേരുകയാണ്. അവരവരുടെ ആദ്യത്തെ പെർഫോമൻസ് തിരുവനന്തപുരം ജില്ലയിൽ കനകക്കുന്നിൽ വെച്ച് 16-17 തീയതികളിലായിട്ട് പെർഫോം ചെയ്യുകയാണ്. അനന്യം ട്രൂപ്പിൻ്റെ പെർഫോമൻസ് കാണാൻ എല്ലാവരും എത്തിച്ചേരണം. കൂടാതെ തന്നെ ഈ ട്രൂപ്പിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും എല്ലാ പ്രോത്സാഹനവും നമ്മളെല്ലാവരും നൽകേണ്ടതായുണ്ട്. ഇതിനോട് ചേർന്നിട്ട് തന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ കലോത്സവം കൂടെ അന്നത്തെ ദിവസം വർണ്ണപ്പകിട്ട് എന്ന പേരിൽ നടക്കുന്നുണ്ട്. വർണ്ണപ്പകിട്ടിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് കനകക്കുന്നിൽ വെച്ച് നടക്കുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതിനോടൊപ്പം തന്നെ ഈ പരിപാടി ഒരു വൻ വിജയമാക്കാൻ വേണ്ടി എല്ലാവരെയും കനകക്കുന്ന് പാലസിൻ്റെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ നമ്മുടെ മെമ്പേഴ്സിനും ആശംസകൾ നേരുന്നു.